നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ എത്തിക്കഴിഞ്ഞു. NH-ന്റെ ഉദ്ഘാടനത്തിന് വേണ്ടി എത്തിയത്. പക്ഷെ കുറേ വിവാദങ്ങളായിട്ടുണ്ട്. അതായത് PWD മന്ത്രി, അതായത് ഇതിന്റെ ഉദ്ഘാടനത്തിന് വേണ്ടി മുഹമ്മദ് റിയാസിനെ വിളിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് മുഖ്യമന്ത്രി ബഹിഷ്കരിക്കുന്നു, അതുപോലെ എല്ലാ മന്ത്രിമാരും ഇത് ബഹിഷ്കരിക്കുന്നു. അതിൻ്റെ ഇടയിൽ കൂടെ വേറൊരു സംഭവം, കുംഭമേള സ്റ്റാർ മൊണാലിസ വിവാഹം എവിടെ വെച്ചിട്ട് മൊണാലിസയും കാമുകനും കൂടെ നമ്മുടെ കേരളത്തിലേക്ക് വന്നേക്കുകയാണ്. അച്ഛനെ പേടിച്ചിട്ട്, പിതാവിനെ പേടിച്ചിട്ട് കേരളത്തിലേക്ക് വന്നേക്കുകയാണ്. അങ്ങനെ CPM ഇതിനകത്ത് ഇടപെട്ട് പുള്ളിക്കാരുടെ വിവാഹം, അവർ രണ്ടുപേരുടെ വിവാഹം നടത്തി കൊടുക്കുകയാണ്. ഇന്നതേ ഇപ്പം 5 മണിക്ക് ഏകദേശം വിവാഹം നടന്നിട്ടുണ്ടാകും വിഴിഞ്ഞത്ത് വെച്ചിട്ട്. അതിൻ്റെ ഇടയിൽ കൂടെ എൻ്റെ പൊന്നോ, പുലി പോലെ വന്നത് എലി പോലെ പോയതുപോലെ മന്ത്രി ഗണേഷ് കുമാറും ഭാര്യയും കൂടെ മൈജിയുടെ ഷോറൂമിൻ്റെ ഉദ്ഘാടനത്തിന് വേണ്ടി വന്നിരിക്കുകയാണ്. ഇനി ഭാര്യയും കൂട്ടി വന്നില്ലെങ്കിൽ ഇനി അത് കുടുംബ പ്രശ്നമാവും എന്നാണ് പുള്ളിക്കാരൻ പറയുന്നത്. എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നതല്ലേ? എല്ലാം നമുക്ക് ചർച്ച ചെയ്യാം. എല്ലാവർക്കും നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ ആദ്യം തന്നെ ഇപ്പോൾ ചൂടുള്ള വാർത്ത നടന്നുകൊണ്ടിരിക്കുന്നത് ഭയങ്കരമായ ബഹിഷ്കരണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് പ്രധാനമന്ത്രി കേരളത്തിൽ എത്തിയിരിക്കുകയാണ്. NH66-ന്റെ ഉദ്ഘാടനത്തിന് വേണ്ടിയാണ് എത്തിയിരിക്കുന്നത്. അപ്പം ഇന്ന് എന്തെങ്കിലും മുഖ്യമന്ത്രി, എനിക്ക് തോന്നുന്നു പുള്ളിക്കാരനെ സ്വാഗതം ചെയ്യാൻ ഉണ്ടായിരുന്നില്ല എന്നാണ് തോന്നുന്നത് കേട്ടോ. വാർത്തയിൽ അങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഓരോരുത്തർക്കും നമുക്ക് ക്ഷണം കൊടുക്കുമല്ലോ, അതായത് അവരെ ക്ഷണിക്കുമല്ലോ, ഓരോ മന്ത്രിമാരെയും. അപ്പോൾ ഈ ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ട്, ചടങ്ങിന് വേണ്ടിയിട്ടൊക്കെ ക്ഷണിക്കുമല്ലോ. അപ്പോൾ ഇതിൽ PWD മന്ത്രിയായ മുഹമ്മദ് റിയാസിനെ ക്ഷണിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ചന്ദ്രശേഖർ അതിനൊരു മറുപടിയായിട്ട് പറഞ്ഞിട്ടുണ്ട്, മരുമകനെ ക്ഷണിക്കേണ്ട ആവശ്യമില്ലല്ലോ, പിതാവിനെ മാത്രം, മുഖ്യമന്ത്രിയെ മാത്രം ക്ഷണിച്ചാൽ മതിയല്ലോ എന്നൊക്കെ പറഞ്ഞ്. സോ അതിനെതിരായിട്ടും അതിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളവരുടെ എതിരായിട്ട് ഒരുപാട് പേര്, അതായത് ഈവൻ ഒപ്പോസിഷൻ പാർട്ടി പോലും അതിനെ എതിരായിട്ട് സംസാരിക്കുന്നുണ്ട്. അത് ശരിയായിട്ടില്ല, ശരിയായ കാര്യമായിരുന്നില്ല. കാര്യം നമ്മുടെ മരുമകനൊക്കെ പിന്നെ നമ്മൾ ആദ്യം പുള്ളിക്കാരൻ PWD, അതായത് അദ്ദേഹം PWD മന്ത്രിയാണ്. അപ്പം അദ്ദേഹത്തിനെ വിളിക്കണമായിരുന്നു എന്നൊക്കെയാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എല്ലാവരും ഇപ്പം അതിൻ്റെ ഇടയിൽ കൂടെ അതിനെ നല്ല രീതിയിൽ എതിർത്തുകൊണ്ട് റോഡ് ഷോ നടക്കുന്നുണ്ട്. ഇപ്പോൾ റിയാസ് റോഡ് ഷോ നടത്തി. അതേപോലെ തന്നെ കേരളത്തിലെ മുഴുവൻ മന്ത്രിമാരും ഈ ചടങ്ങിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ്. അപ്പം അതിനിടയിൽ കൂടെ വേറൊരു കമൻറ്റ് വരുന്നതെന്ന് വെച്ചാൽ, പണ്ട് കൊച്ചി മെട്രോ ഉദ്ഘാടനം ചെയ്തപ്പോൾ ഇതിൻ്റെ പിതാവായ ഉമ്മൻചാണ്ടി സാറിനെ മാറ്റി നിർത്തിയിരുന്നല്ലോ, അതുപോലെയാണ് ഇതാ ഇപ്പോൾ കിട്ടിയിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞാൻ എല്ലാ കമൻറ്റ് സെക്ഷനും വായിക്കും കേട്ടോ. കമൻറ്റ് ഇങ്ങനെ പല 2 ടൈപ്പ് കമൻറ്റുകളും ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ 2 കമൻറ്റ് സെക്ഷനും വായിച്ചിട്ടാണ്. അപ്പോൾ എൻ്റെ ഇതിലെന്ന് പറഞ്ഞാൽ PWD മന്ത്രീനെ ആ ഒരു വാചകം, അതായത് മകൻ പിതാവിനെ വിളിച്ചു, ഇനി മരുമകനെ വിളിക്കേണ്ട ആവശ്യമില്ല, ആ ഒരു വാചകത്തിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. കാര്യം മരുമകനല്ല പുള്ളിക്കാരൻ, അദ്ദേഹം PWD മന്ത്രിയാണ്. അപ്പം അത് ആ ഒരു വാചകത്തിനോട് എനിക്ക് അത്ര യോജിപ്പ് എനിക്കില്ല. കാര്യം PWD മന്ത്രിയാണ്, അപ്പം അദ്ദേഹത്തിനെ വിളിക്കണമായിരുന്നു. അപ്പോൾ അതിനെതിരെയാണ് ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഈ 2 പാർട്ടിക്കാർ, കോൺഗ്രസ് ആണെങ്കിലും കമ്മ്യൂണിസ്റ്റ് ആണെങ്കിലും, 2 പേരും ഇതിന് ഒന്നിച്ച് നിൽക്കുകയാണ് ഇതിനെതിരായിട്ട്. അപ്പം നരേന്ദ്രമോദി ഇപ്പം സ്പീച്ചൊക്കെ കഴിഞ്ഞ് അവർ എനിക്ക് തോന്നുന്നു ഇലക്ഷൻ പ്രചാരണത്തിൻ്റെ ഉദ്ഘാടനം കൂടി ഇതിൻ്റെ കൂടെ ചെയ്യുകയാണ്. അപ്പം അത് ഇങ്ങനെ ഒരു സൈഡ് നടക്കുമ്പോഴാണ് മൊണാലിസ കെട്ടുപൊട്ടിച്ച് ഇങ്ങോട്ടേക്ക് വരുന്നത്. അയ്യോ, ഒന്നും പറയാം. മധ്യപ്രദേശിലെ ഇൻഡോറിലാണ് മൊണാലിസയുടെ നാട്. അവിടെ നമ്മുടെ കുംഭമേള സ്റ്റാറാണ് മൊണാലിസ. അപ്പം അവിടെ നിന്ന് സ്റ്റാറായി കുറേ 2 സിനിമയിലൊക്കെ അഭിനയിച്ചു തന്നു, അതുപോലെ ആൽബംസിൽ അഭിനയിച്ചു. ഇപ്പോൾ ഇവിടെ കൊച്ചിയിൽ ഷൂട്ട് നടക്കുന്നുണ്ട് സിനിമയുടെ. അപ്പോൾ എന്തായിരുന്നാലും അതിലെ ആക്ടറാണോ എന്ന് അറിഞ്ഞൂടാ, ഫർമാൻ ഖാൻ എന്ന് പറഞ്ഞ ആളുമായിട്ടാണ് കൂട്ടുകാരനാണ്, പ്രണയമായി. അവർ വീട്ടിൽ എതിർപ്പുണ്ടായി. 2 സമുദായത്തിൽപ്പെട്ട ആൾക്കാരാകുമ്പോൾ എതിർപ്പുണ്ടാവുമല്ലോ, 2 റിലീജിയനായ എതിർപ്പുണ്ടായി എന്നാണ് പറയുന്നത്. എന്നിട്ട് പിതാവ് വേറെ വിവാഹം ആലോചിച്ചു. അപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് കേരളത്തിൽ അഭയം പ്രാപിച്ചത്. അപ്പോൾ കേരള സ്റ്റോറി ഇവിടെ ഇങ്ങനെ കത്തി നിൽക്കുന്ന സമയത്താണ് ഇങ്ങോട്ടേക്കുള്ള വരവ്. അപ്പോൾ ഇവിടെ തമ്പാനൂർ പോലീസ് സ്റ്റേഷനിൽ വന്നിട്ടാണ് 18 വയസ്സ് പൂർത്തിയായതുകൊണ്ട് തന്നെ അവർക്ക് സ്വയം ഇതായിട്ട് തീരുമാനമെടുത്ത് വിവാഹം കഴിക്കാൻ പറ്റും. സോ അങ്ങനെ അപ്പോൾ അതിനകത്ത് പാർട്ടി ഇടപെടുന്നുണ്ട്. അപ്പോൾ ഇന്ന് 5 മണിക്ക് വിഴിഞ്ഞത്തൊരു ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ് വിവാഹം നടക്കാൻ പോകുന്നത്. അതായത് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് 5 മണിക്ക് മിക്കവാറും വിവാഹം നടന്നിട്ടുണ്ടാവും. അപ്പം ഇതാണ് സംഭവം. ഈ ഫർമാൻ ഖാൻ മഹാരാഷ്ട്ര സ്വദേശിയാണ് കേട്ടോ. അപ്പം ഇത് മൊണാലിസയുടെ കാര്യം. അങ്ങനെ മൊണാലിസ നമ്മുടെ ബോച്ചയുടെ കൂടെ ഉദ്ഘാടനത്തിന് വന്നിട്ടുണ്ടായിരുന്നു കേരളത്തിൽ. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അന്ന് ഹണി റോസിൻ്റെ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കുംഭമേള സ്റ്റാറിൻ്റെ വിവാഹം നടക്കും തോന്നുന്നു. നടന്നു കാണുമെന്ന് അറിയത്തില്ല. അതിൻ്റെ പോസ്റ്റ് ഇതൊന്നും വന്നിട്ടില്ല. ആദ്യം വാർത്തയിൽ പോലീസ് സ്റ്റേഷനിൽ അഭയം പ്രാപിച്ചു എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെയാണ് ഇപ്പോൾ ഇങ്ങനെ വിവാഹം നടക്കാൻ പോകുന്നു, മന്ത്രിമാരൊക്കെ ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. MP ഗോവിന്ദ് നേതാക്കളൊക്കെ ഉണ്ടാവും എന്ന് പറയും, CPM നേതാക്കളൊക്കെ ഉണ്ടാവും എന്നൊക്കെ പറയുന്നു കല്യാണ ചടങ്ങിലൊക്കെ. അപ്പോൾ നമുക്കത് കാത്തിരുന്ന് കാണാം. ഇനി അടുത്ത കോമഡി എന്ന് പറയുന്നത്
ഗണേഷ് കുമാർ രാജിവെക്കണം, രാജി വരെ എത്തിയ സംഭവമാണ്. ഭയങ്കരമായ രീതിയിലുള്ള പ്രതിഷേധങ്ങളും കേരളം മൊത്തം കത്തിപ്പടർന്ന് ഭയങ്കര പ്രതിഷേധാഗ്നി കത്തിപ്പടർന്നതാണ് ഗണേഷ് കുമാറിൻ്റെ വിഷയം. ഞാനും വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഇപ്പോൾ ഇന്നലെ തന്നെ പരാതിയൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഭാര്യ വന്നിട്ടുണ്ടായിരുന്നു. 5000 കാമുകിമാരുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ സഹിക്കാൻ പറ്റിയില്ലെന്നൊക്കെയാണ് പറയുന്നത്. ഇപ്പോൾ അതേ മൈജി ഇലക്ട്രോണിക്സിൻ്റെ ഷോപ്പിൽ ഉദ്ഘാടനത്തിന് വേണ്ടി വന്നേക്കെയാണ് ഗണേഷ് കുമാറും ഭാര്യയും, മഞ്ജു വാര്യറും ഉണ്ട്. അപ്പോൾ അവിടെ ഗണേഷ് കുമാർ നിന്ന് സംസാരിക്കുന്നുണ്ട്. ഞാൻ ഇത് വന്നില്ലെങ്കിലും പ്രശ്നമാണ്, ഭാര്യയെ കൂട്ടി വന്നില്ലെങ്കിലും പ്രശ്നമാണ്, രണ്ടും പ്രശ്നമാണ്. അപ്പം അല്ലെങ്കിൽ ഇനിയിപ്പോൾ വീട്ടിൽ കുടുംബ വഴക്കം ആയേനെ, അതുകൊണ്ടാണ് ഞാൻ ഭാര്യയും കൂട്ടി വന്നേക്കണം. അപ്പോൾ ഗണേഷ് കുമാർ ഭാര്യനെയും കൂട്ടിയാണ് ഇതിൻ്റെ ഷോപ്പ് ഉദ്ഘാടനത്തിന് വേണ്ടി വന്നേക്കുന്നത്. എന്തൊക്കെ കാണണം അല്ലേ? അപ്പം ഈ 3 കാര്യങ്ങളാണ്. ഇനിയിപ്പോൾ ഈ കാര്യമായിരിക്കും മിക്കവാറും ഈ മൈജിയുടെ ഈ ഒരു സമയത്ത് ആ ഒരു ഹൈപ്പിന് വേണ്ടി തന്നെ ആയിരിക്കാം ചെയ്യുന്നത്. എല്ലാം നമ്മുടെ പ്രൊമോഷൻ, നെഗറ്റീവ് പബ്ലിസിറ്റീസ് ഈസ് വെരി ഗുഡ് പബ്ലിസിറ്റി എന്ന് പറയുന്ന പോലെ എല്ലാം നെഗറ്റീവാണ് പെട്ടെന്ന് ഇപ്പോൾ പൊങ്ങുന്നത്. നെഗറ്റീവ് കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ റീച്ച് ആവുന്നത് അല്ലേ? അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അങ്ങനെ തന്നെയല്ലേ? നെഗറ്റീവ് കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ റീച്ച് ആവുന്നത്. നല്ല കാര്യങ്ങളും ഇതൊന്നും ആരും അതൊക്കെ അങ്ങ് കുറച്ചൊന്ന് ആവും, പിന്നെ അങ്ങ് പോവും. പക്ഷേ ഏറ്റവും കൂടുതൽ കത്തി നിൽക്കുന്നത് എപ്പോഴും എന്താണ്? കോൺട്രോവേഴ്സീസ് തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഇന്ന് നമ്മുടെ പ്രധാനമന്ത്രിയുടെ ആ ഒരു ഭയങ്കര സംഭവം, അതൊരു ഇങ്ങനെ പ്രതിഷേധം ആളിക്കത്തിക്കൊണ്ടിരിക്കുന്നു. മൊണാലിസയുടെ വിവാഹം ഒരു വശത്ത്, ഇവിടെ പ്രതിഷേധം ഒരു വശത്ത്, ഇപ്പുറത്ത് ഗണേഷ് കുമാർ. അപ്പോൾ ഈ 3 കാര്യങ്ങളിനകത്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബായ്.